തിരുനബിയുടെ മാസമായാൽ പാവപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ മൗലിദ് സംഘടിപ്പിക്കാറുണ്ട്. ഇത് കണ്ട അവിശ്വാസിയായ അയൽവാസി എന്നോടൊരിക്കൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മാസം മാത്രം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്? എൻ്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഈ മാസമാണ് ജനിച്ചത്. അതുകൊണ്ട് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇത് കേട്ട അദ്ദേഹം എന്നെ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതെൻ്റെ മനസ്സിൽ തളം കെട്ടി നിന്നു. അന്നത്തെ നിശാമയക്കത്തിൽ ഞാൻ തിരുനബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. എൻ്റെ വേദന കണ്ട് തിരുനബി എന്നോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? അവിശ്വാസിയുമായി നടന്ന സംഭാഷണത്തെ ഞാൻ തിരുനബിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. നീ സങ്കടപ്പെടേണ്ട, നാളെ അദ്ദേഹം ഒരു വിശ്വാസിയായിക്കൊണ്ട് നിന്റെ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി എന്നോട് സന്തോഷ വാർത്ത പറഞ്ഞു. തിരുനബിയോടുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു. തിരുനബിയുടെ വാക്കുകൾ പുലരുന്നതിന് ഞാൻ കാത്തിരുന്നു. എൻ്റെ കവിൾ തടങ്ങളിലൂടെ സന്തോഷ കണ്ണീർ ചാലിട്ടൊഴുകി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എൻ്റെ വാതിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു, അലിയുബിന് ചെയ്ത് തങ്ങളെ, നിങ്ങൾ വാതിൽ തുറക്കൂ. എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മേച്ചതകളൊക്കെ നീങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്തേക്കും ഇന്നലെ രാത്രി തിരുനബി വന്നിരുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പ്രവേശിച്ചു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി സഹോദര? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി അതിസുന്ദരനായ നല്ല പരിമളം വീശുന്ന നീണ്ട വില്ലുപോലെ വളഞ്ഞ പിരികങ്ങളുള്ള മൃദുലമായ കവിളുകളുള്ള ഒരാളെ കണ്ടു. അദ്ദേഹം സംസാരിക്കുമ്പോൾ വലിയ ഗാംഭീര്യവും മധുരമാർന്ന സംസാരവും നിശബ്ദനാവുമ്പോൾ വലിയ അന്തസ്സുമുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ അതാ പ്രശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രൻ എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. അദ്ദേഹം നടക്കുമ്പോൾ മിസ്കിൻ്റെയും അമ്പറിൻ്റെയും സുഗന്ധം അടിച്ചു വീശുന്നു. എന്തൊരു സൗന്ദര്യമാണ് അദ്ദേഹത്തിന്! എന്തൊരു പരിമളമാണ് അവരിൽ നിന്നും വരുന്നത്! ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ ചുംബിക്കാൻ തുനിഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു, മറ്റൊരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ കൈ ചുംബിക്കുകയാണോ? അള്ളാഹു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത അങ്ങ് ആരാണ്? ഞാൻ ലോകർക്ക് റഹ്മത്തായി അയക്കപ്പെട്ടവനും തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആളുകളുടെ നേതാവുമാണ്. അമ്പിയാക്കളിൽ അവസാനത്തെ നബിയായ മുഹമ്മദും ലോകരക്ഷിതാവിൻ്റെ റസൂലുമാണ്. ഞാൻ കലിമ ചൊല്ലി വിശ്വാസിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തിരുനബി അവരുടെ കൈകൾ എനിക്ക് തുറന്നു തന്നു, എന്നെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന തോട്ടവും കൊട്ടാരവും നിനക്കുള്ളതാണ്. ഞാൻ അവിടുത്തോട് ചോദിച്ചു, അതെനിക്കുള്ളതാണെന്നതിന് ഒരടയാളം പറഞ്ഞു തരുമോ? നീ നാളെ മരിക്കും. അലീതങ്ങൾ പറയുന്നു. ഇതിനിടയിൽ വീണ്ടും വാതിൽ മുട്ട് കേൾക്കുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും തൗഹീദിൻ്റെ മന്ത്രധ്വനികൾ ഉച്ചരിച്ച് കയറി വരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇവരെയൊക്കെ ആരാണ്? ഇതെൻ്റെ ഭാര്യയും മകളുമാണ്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ വിശ്വാസികളായി? നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങളും അവിടുത്തെ നേരിട്ട് കണ്ടു. നിങ്ങൾക്കൊരു കൊട്ടാരമാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് 2 കൊട്ടാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ സമയം തന്നെ അദ്ദേഹം മരണപ്പെടുകയും നാളെയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇഹലോകവാസം വെടിഞ്ഞു. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇതാണ് മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിലും വീടുകളിലും തിരുനബിയുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ നടത്തിയാലുണ്ടാകുന്ന ഉപകാരം. കഥയിൽ കേട്ടതുപോലെ അയൽവാസിയുടെ വീട്ടിൽ ബറക്കത്തിറങ്ങിയ കാരണത്താൽ അദ്ദേഹം ഇസ്ലാം പുൽകാൻ വരെ നബിയുടെ മദ്ഹുകൾ കാരണമായി. നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.